രണ്ട് സുപ്രധാന നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി ഈ അടുത്ത കാലത്തായിട്ട് നടത്തിയിട്ടുള്ളത്. ആ രണ്ട് നിരീക്ഷണങ്ങളും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക കേസിൽ തുണയാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒന്നാമത്തേത് നിരീക്ഷണം ഇപ്രകാരമായിരുന്നു: വിവാഹം കഴിഞ്ഞ സ്ത്രീയുമായുള്ള ബന്ധത്തെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല, അത്തരമൊരു കേസ് നിലനിൽക്കില്ല എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ രാഹുലിന്റെ 1ഉം 2ഉം കേസുകൾ കോടതിയിൽ ചീറ്റും എന്നായപ്പോൾ രണ്ടാമത്തെ യുവതി ഇറക്കിക്കൊണ്ടായിരുന്നു അടുത്ത നീക്കം നടത്തിയത്. അതിജീവിത നൽകിയ രഹസ്യമൊഴിയിൽ രാഹുൽ ഒന്നിലേറെ തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടി വിവാഹിത അല്ലാത്തതുകൊണ്ട് സുപ്രീം കോടതിയുടെ ആദ്യ നിരീക്ഷണം ഇവിടെ വില പോകില്ല എന്ന് കാണുന്നിടത്താണ് രണ്ടാമത്തെ നിരീക്ഷണത്തിന്റെ പ്രസക്തി ഏറുന്നത്. വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പരമാവധി ഒഴിവാക്കണം. ഒന്നിൽ കൂടുതൽ നടന്നാൽ അതിനെ പീഡനമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന്. ചിലപ്പോൾ ഞങ്ങൾ പഴഞ്ചനായിരിക്കാം, എങ്കിലും വിവാഹത്തിന് മുൻപ് സ്ത്രീയും പുരുഷനും അന്യരാണ്. ഇരുവരും തമ്മിലുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതാണെങ്കിലും എങ്ങനെയാണ് അവർ വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ കോടതി ജസ്റ്റിസ് നാഗരത്നയായിരുന്നു ഈ നിരീക്ഷണം നടത്തിയത്. വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പും കൂടി അദ്ദേഹം നൽകുകയായിരുന്നു. വിവാഹിതരായ ആൾ മറ്റൊരു യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധം സ്ഥാപിച്ചുവെന്നും പിന്നീട് ഇതേ ആൾ മറ്റൊരാളെ വിവാഹം ചെയ്തുവെന്ന കേസിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ജസ്റ്റിസുമാരായ BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൽ എന്നിവരടങ്ങിയവരായിരുന്നു ഈ പ്രധാന പരാമർശം നടത്തിയത്. വിവാഹത്തിന് മുൻപ് ആർക്കും ആരെയും വിശ്വസിക്കാനാകില്ല എന്നും വളരെയധികം സൂക്ഷിക്കണം എന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ കേസിലും ചീറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഒരേ തെറ്റ് രണ്ടുപേർ ചെയ്തിട്ട് ഒരാൾ മാത്രം കുറ്റക്കാരനാകുന്ന രീതി മാറണമെന്ന നിലയിലേക്ക് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളും വന്നെത്തുകയാണ്. അതേസമയം കേസ് ഇമെയിൽ വഴി എടുത്തിട്ട് മാസം 2 കഴിഞ്ഞിട്ടാണ് അതിജീവിത നെടുമങ്ങാട് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഒന്നിലേറെ തവണ രാഹുൽ പീഡിപ്പിച്ചുവെന്ന് അതിജീവിത പറയുകയായിരുന്നു. നാട്ടിലേക്ക് വന്ന യുവതിയെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡനം നടത്തിയത്. അതിജീവിതയുടെ വൈദ്യപരിശോധനയും നടത്തിയിരുന്നു. കേസിൽ രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചതാണ്. അതേസമയം 1ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. യുവതിയെ പീഡിപ്പിച്ച തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ രാഹുലിനെ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയേക്കും. രാഹുലിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുവാനും നീക്കം നടക്കുന്നുണ്ട്. ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 6 മണിക്കൂറാണ് രാഹുലിനെ ചോദ്യം ചെയ്തത്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതാണ്. 3 ദിവസത്തേക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ ആണ് ഹൈക്കോടതി രാഹുലിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിന് വേണ്ടി കോടതി അനുമതിയും നൽകിയിരുന്നു. വൈകാതെ രാഹുലിന്റെ മെഡിക്കൽ പരിശോധന നടത്തും. രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയക്കുവാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഫോണിലെ ലാസ്റ്റ് മിസ് കോൾ വരെ ഇഴകീറി പരിശോധിക്കാനുള്ള തത്രപ്പാടിലാണ് പോലീസ് ഉള്ളത്. ആദ്യ ചോദ്യം ചെയ്യലിനായി 3 ദിവസത്തേക്ക് ഹാജരാകാനാണ് കോടതി രാഹുലിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. യുവതിയും രാഹുലും തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും യുവതി സ്വമേധ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കുകയായിരുന്നുവെന്നും വിലയിരുത്തിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ആ ജാമ്യം അനുവദിച്ചത്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത മറ്റു 2 ബലാത്സംഗ കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചതാണ്. അങ്ങനെ കോടതിയുടെ നിരീക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ രാഹുലിന്റെ എല്ലാ കേസുകളും ചീറ്റിപ്പോകാനുള്ള സാധ്യതയും ഏറുകയാണ്.